വിവാഹത്തിലേക്ക് 10.5 പവൻ സ്വർണം, അതുപോലെ തന്നെ അതിൻ്റെ ഭക്ഷണം, ആഡിറ്റോറിയം, എല്ലാം വസ്ത്രങ്ങൾ ഒരുപാട് പേര് സദഖ ചെയ്തവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യല്ലേ. ഒരു സഹോദരി 3000 രൂപ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പടച്ചവനെ നീ അർഹമായ പ്രതിഫലം കൊടുക്കണം റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണം തമ്പുരാനെ. 11:30 ഇനി ഞാൻ നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്കറിയാം മതിയപ്പ. അൽഹംദുലില്ലാഹ് ശിഹാബുദ്ദീൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു മാസം 1000 രൂപ വെച്ച് 12,000 രൂപ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം നൽകണേ പടച്ചവനെ. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ തമ്പുരാനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനാ മിൻ ഖിസിയ്യിദ് ദുനിയാ വഅദാബിൽ ആഖിറ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അർഹമർ റഹീമായ കരുണക്കടലായ ദയാലുവായ റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട്, നിന്റെ ഉദാരം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ മജ്‌ലിസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സർവ്വപാപങ്ങളും പൊറുത്തവനായ രീതിയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളെ ഒരാളെയും നീ വെറും കൈയോടെ മടക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിലാണ് റബ്ബേ. അവരുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ മണ്ണറകൾ മണിയറകളാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അവരുടെ പൊരുത്തം നൽകണേ അല്ലാഹ്. അവരുടെ സ്നേഹം നൽകണേ അല്ലാഹ്. അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റബ്ബേ. ശിഫ നൽകണേ അല്ലാഹ്. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ലാഹ്. സ്വന്തം മക്കൾ തന്നെ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ല അല്ലാഹ്. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ, എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാഹ്. ഈമാനുള്ള മരണം നൽകണേ അല്ലാഹ്. ശഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാഹ്. തൗബ ചെയ്ത് മരിക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, 40 പേരിൽ കൂടുതൽ 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാഹ്. 100 പേരിൽ കൂടുതൽ മയ്യത്ത് നിസ്കരിക്കുന്ന മരണം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ സ്ഥാപനത്തിലെ ഉസ്താദന്മാരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത സർവ്വ ആലിമീങ്ങളെയും ഉലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹു, അവരുടെ ഖിദ്മത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ 11:30 വരെ ഈ മജ്‌ലിസിലിരുന്ന വാപ്പമാർക്ക് ആഫിയത്തും ദീർഘായുസ്സും രോഗശിഫയും നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഈ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ ജോലിയിൽ സ്ഥിരത കൊടുക്കണേ അല്ലാഹ്. സമാധാനം കൊടുക്കണേ അല്ലാഹ്. ചെറുപ്പക്കാർക്ക് നല്ല ജീവിതം കൊടുക്കണേ അല്ലാഹ്. കുട്ടികളെ അനുസരണയുള്ള മക്കളാക്കണേ അല്ലാഹ്. പടച്ചവനെ, എന്റെ ഉമ്മ പെങ്ങന്മാരെ നീ കൈവിടല്ലേ അല്ലാഹ്. ഓരോ ചുവട്ടടിക്കും നീ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. അവരെ നീ അറുത്തു മുറിക്കല്ലേ അല്ലാഹ്. സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ പരിപാടികളുടെ സംഘാടകരെ നീ കൈവിടല്ലേ അല്ലാഹ്. പാപങ്ങളാണ് റബ്ബേ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. ഈ സ്ഥാപനത്തെ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാഹ്.
ഈ നാടിന്റെ വെളിച്ചമാക്കണേ അല്ലാ, ഈ നാടിന്റെ ഐശ്വര്യമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഇവിടെ നടക്കുന്ന 2 പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി സദഖ കൊടുത്ത എല്ലാവരെയും നീ ഏറ്റെടുക്കണേ തമ്പുരാന്. സ്വർണം കൊടുത്തവരുണ്ട് റബ്ബേ, ഭക്ഷണം കൊടുത്തവരുണ്ട് റബ്ബേ, വസ്ത്രം കൊടുത്തവരുണ്ട് റബ്ബേ, ചെറുതും വലുതുമായി സഹായിച്ചവരുണ്ട് റബ്ബേ. നീ കൈവിടല്ലേ തമ്പുരാന്. മരിക്കുന്ന സമയത്ത് അതിന്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ തമ്പുരാന്. അല്ലാഹുവേ, ഭക്ഷണം വന്ന കുടുംബത്തിന് സ്വർഗ്ഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഉമ്മാന്റെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മൈക്കസത്തിന്റെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാന്. അപകടങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാന്. ക്യാമറയുടെ പ്രവർത്തകന്മാരെ അനുഗ്രഹിക്കണേ തമ്പുരാന്. അവരുടെ ദഅവത്ത് സ്വീകരിക്കണേ തമ്പുരാന്. അല്ലാഹുവേ, റഫീഖ് എന്ന കൂട്ടുകാരന്റെ ഭാര്യയുടെ പിതാവ് മരണപ്പെട്ടുപോയി. ദുആ ചെയ്യാൻ പറഞ്ഞ് ഖബർ വിശാലമാക്കണേ അല്ലാ. മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഒരു സഹോദരനെ പോലെ സ്നേഹിക്കുന്ന നിഷാദെന്ന സഹോദരൻ തന്റെ കൂടെ പുറത്തുകൾ നീ അനുഗ്രഹിക്കണേ തമ്പുരാന്. മക്കളുടെ രോഗങ്ങൾക്ക് ശിവ കൊടുക്കണേ തമ്പുരാന്. സ്നേഹബന്ധങ്ങളെ നിലനിർത്തണേ തമ്പുരാന്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കളെ ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോ സഹോദരങ്ങളും സഹോദരിമാരും ഏറ്റെടുത്തവരുണ്ട് റബ്ബേ. നീ അവരെ ഏറ്റെടുക്കണേ അല്ലാ. നീ അവരെ ഏറ്റെടുക്കണേ അല്ലാ. ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. പടച്ചവനെ, ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. അവരുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ബ്ലോക്ക് വന്നിട്ട് പ്രയാസത്തിൽ കഴിയുന്ന ഒരു സഹോദരി റബ്ബേ ശിഫ കൊടുക്കണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ. ആ കുടുംബത്തോട് കരുണ കാണിക്കണേ അല്ലാ. പടച്ചവനെ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ എല്ലാവരുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഉസ്താദേ, വാപ്പിക്ക് സുഖമില്ല, ദുആ ചെയ്യണേ എന്ന് പറഞ്ഞു റബ്ബേ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ആലിമീങ്ങളാക്കണേ അല്ലാ. ബുദ്ധിശക്തി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, എന്നെ ഇഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ട് റഹ്മാനെ. പൊന്നുമോനെ പഠിക്കുന്ന നീ ആ പൊന്നുമോനെ ഹാഫിളാക്കണേ തമ്പുരാനെ. സന്തോഷവും സമാധാനവും കൊടുക്കണേ പടച്ചവനെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ ഖബർ സ്വർഗ്ഗമാക്കണേ തമ്പുരാനെ. റഹീമായ അല്ലാ, ആരെല്ലാം ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയോ നിങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ കുഞ്ചുമക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. പടച്ചവനെ, ചെറുപ്പത്തില് ഞങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കല്ലേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മക്കളുടെ ജനാസ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ച് നീ പരീക്ഷിക്കല്ലേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ മുമ്പിൽ നീട്ടുന്ന ഈ കരങ്ങള് ലോകത്താരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. പടച്ചവനെ, എന്റെ ജ്യേഷ്ഠനും എന്റെ ഉപ്പയും എന്റെ ഭാര്യ പിതാവും ഖബറിലാണ്. നീ സ്വർഗ്ഗം കൊടുക്കണേ തമ്പുരാന്. അല്ലാഹുവേ, ഉമ്മയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എന്റെ പൊന്നുമക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. എന്റെ ഭാര്യയും മക്കളും എനിക്ക് സ്വർഗ്ഗം വാങ്ങിത്തരുന്നവരാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ ശബ്ദം നീ നിലനിർത്തി തരണേ അല്ലാ. അഹങ്കാരം തരല്ലേ റബ്ബേ. ജീവിതത്തിൽ വന്ന പിഴവുകളൊക്കെ പൊറുക്കണേ അല്ലാ. പടച്ചവനെ, രോഗങ്ങളും പ്രയാസങ്ങളും നിനക്കറിയാമല്ലാ. ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ.
പടച്ചവനെ ഞങ്ങളെന്ന് പിരിയുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാ ഭാഗ്യം തരണേ അല്ലാഹ്. ഈ ദുആ അവസാന ദുആക്കല്ല അല്ലാഹ്, ഈ മജ്ലിസ് അവസാന മജ്ലിസാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണെങ്കിൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ അല്ലാഹ്, തൗബയാക്കണേ റബ്ബേ, തൗബയാക്കണേ നാഥാ. اللهم رب ارحمهما كما ربياني صغيرا آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد